നമ്മുടെ ആരോഗ്യവകുപ്പ് ICUവിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണവും അറിയാം, സിസ്റ്റം ഫെയിലിയർ. ഒറ്റ കാരണം മതി. പക്ഷേ ഇപ്പോൾ വീണ ജോർജും ICUവിലായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ് മാഷേ? വീണ ജോർജിനെ ഇന്നലെ ആദ്യം നമ്മൾ കേട്ടത് KSUക്കാർ ആക്രമിച്ചു, അവരെ കഴുത്തിന് പരിക്ക് പറ്റി, കയ്യിന് പരിക്ക് പറ്റി, അങ്ങനെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറാണ് ഇത് ആദ്യം അനൗൺസ് ചെയ്തത്, ഇവർക്ക് പരിക്ക് പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് MP ഗോവിന്ദൻ വരുന്നു, KK രാഗേഷ് ജില്ലാ സെക്രട്ടറി വരുന്നു, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവർ ICUവിൽ പോയി സന്ദർശിക്കുന്നു. ആകെ ബഹളമാണ്. പിന്നെ CPMന്റെ വലിയ പ്രകടനം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അവിടെയുള്ള എല്ലാ ചാനലുകളുടെയും എന്താ പറയുക വീഡിയോ ഉണ്ട്. ഈ സംഭവത്തിൻ്റെ മുഴുവൻ വീഡിയോ ഉണ്ട്, പല ആംഗിളിൽ നിന്നുള്ള വീഡിയോ ഉണ്ട്. എല്ലാ ആംഗിളിൽ നിന്നുള്ള വീഡിയോ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ KSU 3-4 പേരൊറ്റേ ഉള്ളൂ. അത് കരിങ്കോടിക്കാർ ഈ വീണ ജോർജിൻ്റെ 7 അയലത്ത് പോലും ചെന്നിട്ടില്ല. വീണ ജോർജിനെ 30-40 പോലീസുകാർ വളഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് വീണ ജോർജ് അവരുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ പോടാ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിയായിട്ട് വീണ ജോർജിൻ്റെ അടുത്ത് ഇവരാരും വരുന്നതായിട്ട് ഇതുവരെ ഒരു വീഡിയോയിലും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കേൾക്കുന്നത് വീണ ജോർജിന് എങ്ങനെ കഴുത്തിന് പരിക്ക് പറ്റി, കയ്യിന് പരിക്ക് പറ്റി. ഇപ്പം കയ്യിൻ്റെ പരിക്ക് ഏതാണ്ട് തീരുമാനമായി. കാരണം എന്താ വെച്ചാൽ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയോടുള്ള അതേ സ്ഥലത്ത് പരിക്കുണ്ട്. പണ്ടൊരു മമ്മൂട്ടി സിനിമയിലെ പോലെ വിരൽ മാറിയൊന്നുമില്ല, ഈ വിരലൊക്കെ ഈ വിരലിലേക്ക് മാറിയൊന്നുമില്ല. അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാവും. കഴുത്തിൻ്റെ പരിക്ക് യഥാർത്ഥത്തിൽ ഉള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഓർമ്മയുണ്ടോ, 2021 ഇവര് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇവർക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പഴയ റിവ്യൂ എടുത്താൽ ഇവർ ഈ കോളർ വെച്ചിട്ടാണ് പോണത്, എല്ലാ സ്ഥലത്തും പോണത്. അപ്പൊ ഇവർക്ക് കഴുത്തിനെന്തോ കുഴപ്പമുണ്ട്. അത് അന്ന് തന്നെയുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിയ ഈ കഴുത്ത് വളരെ സെൻസിറ്റീവായ ഒരു അവയവമാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ട്. ഒരു പക്ഷേ ഇവരെ ചീത്ത പറഞ്ഞപ്പോഴോ, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴോ, അല്ലെങ്കിൽ വല്ലാതെ ആവേശം കൊണ്ടപ്പോഴോ ഒരു ഇതാ വരുമല്ലോ, അങ്ങനെ കഴുത്ത് എങ്ങനെ വിളിക്കിയിട്ടുണ്ട്. അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, ഞാൻ ഒരു വിഷ്വലിൽ കണ്ടത് ഒരു പോലീസുകാരി ഇവിടെ ഇങ്ങനെ 2 കൈയും വെച്ച് ഇവരെങ്ങനെ തള്ളുന്നുണ്ട് പുറകിലേക്ക്. ഇനി അതുകൊണ്ടെങ്ങാൻ കഴുത്തിന്, കാരണം കഴുത്ത് സെൻസിറ്റീവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവരിനി ICUവിൽ കിടക്കേണ്ടതുണ്ടോ വെന്റിലേറ്ററിൽ കിടക്കേണ്ടതുണ്ടോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. അത് ഡോക്ടർമാരാ തീരുമാനിക്കേണ്ടത്, നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ ഒരാളിപ്പോൾ നാളെ ഞാൻ ചെന്നിട്ട് വെന്റിലേറ്ററിൽ കിടക്കാൻ പറഞ്ഞു, എനിക്ക് വെന്റിലേറ്ററിൽ കിടക്കില്ലാതെ വഴിയില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടണം. അപ്പോൾ പാവം മന്ത്രി വെന്റിലേറ്ററിൽ കിടക്കട്ടെ. വെന്റിലേറ്റർ ഒന്നും ഇല്ല എന്നുകൊണ്ട് ICUവിൽ എന്തോ ചെറിയ സാധാരണ നമ്മൾ ചെന്ന കാഷ്വാലിറ്റിയിൽ ചെയ്യുന്ന പണിയൊക്കെ അവിടെ ചെയ്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. അതെന്തോ ആവട്ടെ, അത് ഡോക്ടർമാർ തീരുമാനിക്കട്ടെ. അത് ഇപ്പോൾ അവർക്ക് ആശുപത്രി എത്ര ദിവസം വേണമെന്നോ കിടക്കുക. അപ്പോൾ അവർ ICUവിലായതുകൊണ്ട് ഇവിടെ ആരോഗ്യവകുപ്പിന് പ്രത്യേകിച്ചൊന്നുമില്ല, അവർ പുറത്തുണ്ടായിട്ടും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന് യാതൊന്നുമില്ല. ഇന്നും ഒരാളുടെ തലയിൽ ചക്ക വീണു, അവിടെ തന്നെ ചക്ക വീണു എന്നാണ് കേൾക്കണത്. കൊട്ടിട്ട് എരിഞ്ഞ് വീഴുന്നു, കത്രിക അകത്ത് വെച്ച് മറക്കുന്നു, കൈ മുറിച്ച് കളയുന്നു, വിരൽ മുറിച്ച് കളയുന്നു, ഇങ്ങനെ കുട്ടി മറ്റേ ഇത് ഉണ്ടാകുന്നു, മറ്റേ കുട്ടികൾ മരിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എനിക്കറിയാം, ഇതിനു മുമ്പ് ആ പെൺകുട്ടി ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുക, സുചിത്ര എന്ന് പറഞ്ഞ. അവരുടെ അമ്മ ആ കുട്ടി, ഞങ്ങളുടെ സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുട്ടിയെ, അതിൻ്റെ നേതൃത്വം. അവരുടെ വളരെ വിചിത്രമാണ് അവരുടെ കാര്യം. അവരുടെ അമ്മ ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡായി. അപ്പോൾ അവർക്ക് ICUവിലാണ്. അപ്പം ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ഈ ഭക്ഷണം കൊടുക്കുന്ന കുഴല് ശ്വാസനാളത്തിലേക്ക് തെറ്റി കൊടുത്തു പോയി. ഇത് 2 തൊട്ടടുത്ത ഏറ്റവും ക്രിട്ടിക്കലായ സംഗതിയാണ്. അങ്ങനെയാണ് അവർ മരിച്ചത്. അവർ മരിച്ചതൊരു കാര്യം, അതുകൊണ്ടാണ് മരിച്ചതെന്നുള്ള ഇവർ ഒരിക്കലും പറയില്ല. രണ്ടാമത്തെ വിഷയം, മരണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന ഡോക്ടറുണ്ട്. അതാണ് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. ആ ഡോക്ടർ, നമ്മൾ ആ ഡോക്ടർ ആരാണ്, എന്തോ ഒരു നാസർ എന്തുകൊണ്ട് ഒരു ഡോക്ടറാണ്, പേരെനിക്ക് ഓർമ്മയില്ല, ഞാൻ പറയുന്ന പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ ഡോക്ടറെ ഒന്ന് നമുക്ക് കാണണമല്ലോ, ഇത് ഒപ്പിട്ട ഡോക്ടർക്ക് അറിയാലോ എന്താ മരണകാരണം. അപ്പം അവിടെ ചെന്നപ്പോൾ ഇങ്ങനൊരു ഡോക്ടറില്ലാന്ന് നമ്മൾ വിവരാവകാശം വെച്ചു. ഇന്ന ദിവസം ICUവിൽ ഇങ്ങനൊരു ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ പേര് പറയാൻ പറഞ്ഞു. ഇന്ന ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു ഡോക്ടർ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ ICUവിൽ ഒപ്പിട്ട് കൊടുത്ത ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്ന ആളല്ല, എന്നാൽ സ്റ്റുഡൻ്റ് ആണോ അതുമല്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അവസ്ഥ. മറ്റൊരാൾ, ഇപ്പം ഞാൻ സർക്കാർ ആശുപത്രിയെ പറ്റി പറയുന്നത്, വീണ ജോർജിന് ഒരു പരാതി ഉണ്ടായിരുന്നു, നിങ്ങൾ സർക്കാർ ആശുപത്രിയെ പറ്റി പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. കരൾ പകുത്തു കൊടുത്ത ഒരാൾ, ഒരു 24-കാരൻ വേറൊരു ആളുടെ സുഹൃത്തിൻ്റെ അച്ഛന് കരൾ പകുത്തു കൊടുത്തു. കരൾ പകുക്കണമെങ്കിൽ നിങ്ങൾക്ക് അനസ്തേഷ്യ കൊടുക്കണമല്ലോ, എടുക്കുന്ന ആളുടെ. അയാൾ നല്ല ആരോഗ്യവാൻ, ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ആളാണ്, വളരെ ഗംഭീരമായ ആരോഗ്യവാൻ. അയാൾ കിടന്നു, പക്ഷെ പിന്നെ അയാൾ എത്തിയിട്ടില്ല.
അനസ്തേഷ്യയിലെ പ്രോബ്ലം. ഇപ്പോൾ ഏതാണ്ട് 70-80 ലക്ഷം രൂപ അവർ ചിലവായി കഴിഞ്ഞു. ഇപ്പോഴും ദിവസം 2500-3000 രൂപ ചിലവാക്കണം. അവർക്ക് വരുമാനമില്ല, നല്ല ജോലി ചെയ്ത്. ഞാൻ പറഞ്ഞ് നിരവധി പാർശ്വനയുടെയൊക്കെ നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്യുന്നതാണ്. ആലപ്പുഴയിലെ ആ സ്ത്രീയുടെ കത്തിര 5 കൊല്ലം കിടന്നാലും 50 കൊല്ലം കിടന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന വിദഗ്ധരാണ് നമ്മുടെ ഡോക്ടർമാർ. അപ്പോൾ ആരോഗ്യരംഗം ഇപ്പോൾ ICUവിലാണ്. അതിനിപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവരെ കാര്യത്തിൽ അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഇനി എങ്ങനെയെങ്കിലൊക്കെ പോകുമ്പോൾ കഴുത്ത് അങ്ങോട്ടൊക്കെ വെട്ടിക്കാൻ നോക്കണം, ബഹളം ഉണ്ടാക്കാൻ നോക്കണം. സ്വന്തം ആരോഗ്യം എല്ലാവരും നോക്കണ്ടേ? ഇതിനിടയ്ക്ക് ചിലർ പറയുന്നു ഇവർ റെഗുലറായി ചികിത്സയ്ക്ക് പോകുന്നുണ്ട് എവിടെയൊക്കെ. അതും എനിക്കറിയില്ല, അതൊക്കെ വാർത്തയാണ്. എന്തായാലും അത് അവരുടെ ആരോഗ്യം വളരെ വേഗം മെച്ചപ്പെടണം എന്നൊരാഗ്രഹം എനിക്കുള്ളത്. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് KSUവിൻ്റെ കഴിയും കൂടിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം തീരുമാനിക്കുക. ഇവർക്ക് എന്തോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അതിനവർ ആശുപത്രിയിൽ പോയി. ഈ KSUവിൻ്റെ കാര്യം കൂടി സ്ത്രീകളെ ആക്രമിച്ചു, പിന്നെ സ്ത്രീകളെ ആക്രമിച്ചു അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോട് അക്രമം കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ CPM വളരെ രസമുള്ള നമ്മുടെ ശിവൻകുട്ടി നിയമസഭാ മര്യാദകളെ പറ്റി ക്ലാസ് എടുക്കുന്ന പോലെയാണ്. നിയമസഭാ മര്യാദകളെ പറ്റി ക്ലാസ് എടുക്കുന്നത് ശിവൻകുട്ടിയാണ്. നമ്മളത് അറിയണം, ഇദ്ദേഹത്തിന് അറിയാം എന്താ മര്യാദ എന്താ മര്യാദ. അപ്പോൾ അതുകൊണ്ട് CPM-കാർ ഇപ്പോൾ ഈ ഇലക്ഷൻ സ്റ്റണ്ടിൽ വെച്ച് ഇതൊന്നും പറയണ്ട. ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി, ക്ലിയറായി. പക്ഷേ വീണയുടെ അസുഖം വേഗം മാറട്ടെ. അവർ നമ്മുടെ ഒരു മന്ത്രിയാണ്, അവർ വേഗം ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ. തിരഞ്ഞെടുപ്പാണ് വരാൻ പോണ്. അപ്പോൾ വെറുതെ സമയം കളയാനില്ല. വീണ്ടും കോളർ വെച്ചിട്ടാണോ വരിക എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കോളർ വയ്ക്കുന്ന ഒരു അംഗീകാരമാണല്ലോ എന്നുള്ള നിലയ്ക്ക്. അത്ര എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് വേറെ സമരമായിട്ട് എനിക്ക് യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ, അതുപോലെ തന്നെ K. ശബരിനാഥ്, മുൻ MLA, ഇവരൊക്കെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഇതിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അപഹസിച്ചുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ട് കൂടി ചെന്നില്ല, അല്ലെങ്കിൽ KSU പ്രവർത്തകർ ചെന്നില്ല. മാത്രമല്ല പോലീസിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് പിന്നീട് ജയരാജൻ, EP ജയരാജൻ തന്നെ ഒരു ദൃശ്യം പുറത്തു വിട്ടു. അതിനകത്തൊരു പിന്നെ ബ്ലൂ ഷർട്ട്, അതായത് ഒരു സഫാരി സ്യൂട്ട് ഇട്ട ഒരാളുടെ ഒരു കൈഭാഗം കാണുന്നു. എന്നിട്ട് പറഞ്ഞു ഇതാണ് കരിങ്കൊടിയായിട്ട് ഒരാൾ വന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ നരേറ്റീവ് സൃഷ്ടിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജോയി മാത്യു തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയാണ്, അപ്രതീക്ഷിതമായ സമയങ്ങളിൽ ചില താരങ്ങൾ ഉയർന്നു വരും, അവരുടെ അഭിനയം മികച്ചതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമന്ത്രിയാണ് പരിഹസിക്കുന്നത്. സത്യത്തിൽ ഒരു ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ആൾ ഇത്തരത്തിൽ AN ഷംസീറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കളുടെയോ നിർദ്ദേശാനുസരണമാണ് ഇത്തരം ഒരു കപട നാടകം അവതരിപ്പിച്ചതെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ നാണക്കേടല്ലേ? ഒരു മന്ത്രിക്ക് ഇത്രയും നിലവാരം താഴ്ന്ന രീതിയിലൊക്കെ പെരുമാറാൻ പറ്റുമോ? അല്ല, ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളല്ല. പ്രത്യേകിച്ചും CPM-കാരെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഏതറ്റത്തിൽ വരെ അവർ പോകും. കാരണം ഇത് നെവർ നെവർ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ പിണറായി 3-0 വന്നില്ലെങ്കിൽ ചിലപ്പോൾ CPM ബാക്കി ഉണ്ടാവില്ല. അവർക്കത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് വിധേനയും എത്തിക്കുക എന്നുള്ള PR ക്യാമ്പയിൻ്റെ ഒരു തിരക്കഥയാണ് കണ്ണൂരിൽ നടന്നത്. ഇതൊരു തിരക്കഥയായിരുന്നു. KSU-കാർ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാമെന്നും ഉള്ളൊരു തിരക്കഥയായിരുന്നു. തിരക്കഥയിലെ ഡയലോഗൊക്കെ ചില സീക്വൻസൊക്കെ മാറിപ്പോയി. ഈ KSU-കാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇവരെ അടുത്തെത്തിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ പോലീസുകാർ സമ്മതിച്ചില്ല. കാരണം അവരുടെ പണിയാണ് പോവുക. അവരുടെ പണി പോകുന്നുള്ളതുകൊണ്ട് പോലീസുകാർ വളരെ ശ്രദ്ധയോടുകൂടി നിന്നു. അതുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി. അപ്പം അതുകൊണ്ട് പിന്നെ അഭിനയം എന്ന് പറയുന്നത് അത് പിന്നെ ജോയ് മാത്യുവിന് പറയാം. കാരണം ജോയ് മാത്യു ഒരു നടനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചത്, വലിയ വെല്ലുവിളിയാണ് ഞങ്ങൾ നിലവിലുള്ള നടന്മാർ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ് ഇവർ മോണോ ആക്ടിൽ ഫസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു. ചെറുപ്പത്തിൽ എല്ലാവരും മോണോ ആക്ടിൽ, ഞാനും മോണോ ആക്ടും പ്രസംഗമൊക്കെ നടത്തിയിട്ടുള്ള അതൊക്കെ പലരും ഉണ്ടാവുന്നു. അവരെ ആ രീതിയിൽ അപഹസിക്കാനൊന്നും ഞാനില്ല. പക്ഷെ നടനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അഭിനയമാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിലായിരിക്കും ജനങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാട്യമാണെന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഇവർ ഇപ്പോഴല്ല, ജോയ് മാത്യു പറഞ്ഞ പോലെ അല്ല, നേരത്തെ തന്നെ നല്ലൊരു നടിയായിരുന്നു. അസംബ്ലി വെച്ച് തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അസംബ്ലിയിലെ ആ സ്പീച്ച് നോക്കിയാൽ അറിയാം, ഈ കപ്പൽ ഒരിക്കലും മുങ്ങിയില്ല, കാരണം അത്ര ശക്തനാണ് ഞങ്ങളുടെ കപ്പിത്താൻ എന്നൊക്കെ പറയുന്ന ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഒരു മുഖ്യമന്ത്രി ഇത് കേട്ടോ എന്ന് അത് അസംബ്ലിയിലുണ്ട്. അതിന്റെ ഫുട്ടേജിൽ നോക്കി അറിയാം. അന്നേ ഈ അഭിനയം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പിന്നെ നിങ്ങൾ ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം, എല്ലാ ചാനലുകളുടെയും വീഡിയോ ഞാൻ നോക്കി. ഒരൊറ്റ ഫുട്ടേജിൽ പോലും അവർക്ക് കൈവയ്ക്കാവുന്ന അകലത്തിൽ ഒരു KSU-കാരനും ഇല്ല. രണ്ടാമതായിട്ട് മനോരമയിൽ ഇന്ന് ന്യൂസ് ഫോട്ടോ ആയിട്ട് അതിൻ്റെ 1-ാം പേജിൽ അതിൻ്റെ പടം വന്നിട്ടുണ്ട്.
അതിൽ അവർ നിൽക്കുന്ന അകലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല 2 പേരിങ്ങനെ കൈവച്ച് നിന്നാലും അത്ര അടുത്തെത്തത്തില്ല. അവിടെ കിടന്ന് അവരെ ആക്രോശിക്കുക, സിംഹത്തെ പോലെ, കൂട്ടിലിട്ട സിംഹത്തെ പോലെ മുരളുകി ഒളിച്ച്. പിന്നെ ഒരു വാക്യം പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിടിച്ചു മാറ്റടാ അവന്മാരെ. ഞാൻ പണ്ട് KSUക്കാർ ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ട് കൊല്ലടാ എല്ലാ SFIക്കാരെയും പറഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് ഭുവനേശ്വരൻ മരിച്ചത്. അതിന്റെ ഒരു തിക്ത ഫലമായിട്ടാണ് നിങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹത്തെ കൊന്നത്. അതുപോലെ ആക്രോശിക്കും. മന്ത്രി ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? തന്നെയുമില്ല, ഇവരുടെ മന്ത്രാലയമൊന്നും അല്ല, ഇവരുടെ ആശുപത്രിയിൽ ഇത് എവിടെയാണ് നടക്കുന്നത്? റെയിൽവേയുടെ ആരുടെ അധികാര പരിധി വരുന്നത്? അവിടെ സ്റ്റേഷൻ മാസ്റ്ററാണ് അവർ പരിഗണിക്കേണ്ടത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇവർ ഈ ആക്രോശിക്കും, അക്രമം കാണിക്കും. ഇവരെ അറസ്റ്റ് ചെയ്യണ്ടേ? ICUവിലാണോ ഇടേണ്ടത് എന്നൊരു മന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സാധനം കൂടി ആഡ് ചെയ്യേണ്ടത് പറഞ്ഞു. എന്താ വെച്ചാല് നമ്മളാ ദൃശ്യം ഇവർ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മുഖ്യമന്ത്രി കാണുന്നതിന് മുമ്പ് പത്രക്കാർ ഇവരുടെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ സാധാരണഗതിക്ക് പ്രകോപിതരാവരുത് എന്ന് പറയുന്നത് പത്രക്കാരോടും ജനങ്ങളോടുമാണ്. ഇവിടെ ഇവരോട് പറയുന്നത് അവരെ ആക്കരുത്. അവരെ എന്താ ഒരു മന്ത്രിയോട് ചോദ്യം ചോദിച്ചാൽ പ്രകോപിതരാവേണ്ട കാര്യം എന്താ? പത്രക്കാരോട് പറയാ നിങ്ങൾ പ്രകോപിതരാവരുത്, അല്ല ആക്കരുത്, ആവരുതെന്നല്ല, നിങ്ങൾ അവരെ പ്രകോപിതരാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. അവർ പ്രകോപിതരായി, അവർക്ക് എല്ലാ നിയന്ത്രണവും വിട്ടു. കണ്ടാൽ തന്നെ അറിയാം, എല്ലാ നിയന്ത്രണവും വിട്ടുകൊണ്ടാണ് അവരിങ്ങനെ നടക്കുന്നതും പിടിക്കുന്നതും. പിന്നെ മറ്റത് ഷംസീർ എന്ന് പറഞ്ഞപ്പോഴാണ് ഐഡിയ വന്നത്. ഏത് കഴുത്ത് വേന കൈ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. ആദ്യം കൈ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ തോന്നുന്നു, കഴുത്താണ്. പിന്നെ അല്ല, ആദ്യം അവർ പറയുന്നു ഉന്തും തള്ളും നടന്നു. മുഖ്യമന്ത്രിയോട് അവർ ഡയലോഗ് ഉന്തും തള്ളും നടന്നു. അവരെ ആക്രമിച്ചെന്ന് അവർ പറയുന്നില്ല. അല്ല, ഒന്നും തള്ളും നടന്നു എന്ന് പറഞ്ഞാൽ അതില് അപ്പൊ അതായിരിക്കും ഈ പറഞ്ഞ പോലീസുകാരെ പിടിച്ച് പറ്റിയിട്ടില്ല. പോലീസ് ഇങ്ങനെ തടഞ്ഞു നിർത്തി. എനിക്ക് തോന്നുന്നത് ഇവര് പ്രകോപിതരായി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസുകാർ, വനിതാ പോലീസും ഉണ്ട്, പുരുഷ പോലീസും ഉണ്ട്. അവർ നല്ല ബലമുള്ള മസ്കുലർ ബോഡീസ്, അവർ പിടിച്ചു കാണും. പിടിച്ചപ്പോൾ അവർ കഴുത്തിട്ട് വെട്ടിക്കുമ്പോൾ തന്നെയല്ല, ഒരു പ്രായം കഴിയുമ്പോൾ മാഷ് ഈ കഴുത്തിന്റെ ബലം കുറയും, എല്ലിന്റെയും ബലം കുറയും. തന്നെയല്ല, ചൂട് കാലമാണ്. അത് ഇവർ വരുന്നത് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനമല്ല, തറക്കല്ലിടി ചടങ്ങ്, നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത്തിരി വെയിലൊക്കെ, അവിടെ AC ആക്കാൻ പറ്റില്ലല്ലോ ഒരു ഗ്രൗണ്ട് മുഴുവൻ. അത് കുറച്ച് വേർത്ത് കാണും. വേർത്തിട്ട് നമ്മൾ AC കാറിലേക്ക് കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് കഴുത്തുവേദന വരാറുണ്ട്. അങ്ങനെയാണ് പലരും കോളർ ഇടുന്നത്, അല്ലേ? പിന്നെ അങ്ങനെയാണ് അങ്ങനെ കഴുത്തിനൊരു ബലക്ഷയം വരും, അല്ലെങ്കിൽ ഒരു ഉളുക്ക് വരും, അങ്ങനെ ഒരു വേദന വരും. ആ വേദന അല്ലാതെ KSUക്കാരുണ്ടാക്കിയ ഒരു വേദനയില്ല. KSUക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇത് തെളിയിക്കാമെങ്കിൽ, KSUക്കാർ അവരെ തൊട്ടിട്ടുണ്ടെന്ന് തെളിയിക്കാമെങ്കിൽ കുഴിമന്തി വാങ്ങിച്ചു തരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.